അസ്സാം വലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മൂഡ് ഓഫ് ഉള്ളൊരു ദിവസം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് രാവിലെ എണീച്ചതും നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, എന്താണ് റീസൺ എന്നറിയാണ്ട് ചിലപ്പോൾ ഒരു വിഷമം പോലെയൊക്കെ, അങ്ങനത്തെ ഒരു ഡേ പോലെ എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വ്ളോഗ് വഴി അറിയിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ റെസിപ്പി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി വെറൈറ്റി റെസിപ്പികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ചായ ആയിട്ടുണ്ട്. ഞാൻ വേഗം ചായ അരിച്ചെടുത്തിട്ടുണ്ട്. പാൽ അവിടെ ഈസി കുക്കിൽ തന്നെ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ് വർഷത്തിൽ 4 സിലിണ്ടർ കിട്ടൂ എന്ന് ഇൻസ്റ്റയിലൊക്കെ കുറേ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട്. അത് ശരിയാണോ എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാവണു. വർഷത്തിൽ 4 സിലിണ്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനോ? ഒരു സിലിണ്ടർ 2.5-3 മാസത്തോളം നമ്മൾ കത്തിക്കേണ്ടി വരും. എങ്ങനെ കത്തിക്കുക? വെറും ചായ മാത്രം വെക്കേണ്ടി വരും ഞാനൊക്കെ സിലിണ്ടറിൽ. അങ്ങനെ നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വേഗം മുറിച്ചെടുക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങ, മുരിങ്ങക്കായ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്. എൻ്റെ കയ്യിൽ വെണ്ടക്ക ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് മറന്നു എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചിൽ വിസിലും വന്നിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ കുറേ ഐറ്റംസ് ഇടാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒന്നും ഇട്ടില്ല, കാരണം സമയം വളരെ കുറവായിരുന്നു കേട്ടോ. രാവിലെ ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അതിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് കത്തിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പുറത്ത് നമുക്ക് എന്താ പറയുക, തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ജീരകം പിന്നെ ഉലുവയും അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തേങ്ങ ചിരവിയത് ചേർത്തിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ അതിലോട്ട് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ വേവിക്കുന്നതിലോട്ട് ഇട്ടു. തേങ്ങ വറുക്കുമ്പോൾ നിങ്ങൾ ഇടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ മുഴുവൻ മല്ലി ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ടു. പിന്നെ വലിയൊരു സ്പൂണിൽ കായപ്പൊടി ചേർത്തിട്ടോ. ഫുള്ളായിട്ടൊരു പീസായിട്ടുള്ള കായാണെങ്കിൽ എണ്ണയിൽ ഇടണം. ഇത് ഞാൻ എണ്ണയിൽ ഇട്ടില്ല, കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു 3 കാശ്മീരി ചില്ലി പൗഡറും 2 അല്ലാത്ത മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വറുത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ. ഇനി നമുക്ക് ഇതിനെ വെള്ളം ഒഴിക്കാണ്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണ പോലെ ആക്കിയെടുക്കണം. എഗ്ഗൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, അപ്പോൾ അതും അടച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും നന്നായി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ കഷ്ണം വെന്തയിലോട്ട് പരിപ്പും പുളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് ഒന്നുകൂടെ ഇരുന്ന് കട്ടിയാകും കേട്ടോ. ഇപ്പോൾ കട്ടിയില്ലല്ലോ എന്ന് കമൻറ്റ് വരുന്ന എനിക്കറിയാം. പൊതുവേ ഞാൻ കറികൾ ഇറക്കി വെക്കുമ്പോൾ ഇച്ചിരി ലൂസോട് കൂടി തന്നെ ഇറക്കി വെക്കുക. കട്ടി ആകാത്ത കറികൾ അങ്ങനെ ചെയ്യൂല, കട്ടി ആകുമെന്ന് ഉറപ്പുള്ള കറികൾ അങ്ങനെ ചെയ്യും. പിന്നെ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ചുവന്ന മുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ഇടാണ്ടിരുന്നത്. ഉണ്ടെങ്കിൽ അത് ഇടണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇഡലി തട്ടിലോട്ട് മാവൊക്കെ ഒഴിച്ചിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇഡലി ഒരു 7 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇഡലി കുക്കാവും കേട്ടോ പൊതുവെ എല്ലാവരുടെയും. അങ്ങനെ സാമ്പാറൊക്കെ ഒന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ സാമ്പാറിലുള്ള കഷ്ണങ്ങളും എഗ്ഗും മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെയിറ്റ് എത്രയായി എന്ന് കുറേ കമൻറ്റ് ബോക്സ് വഴി നമ്മളോട് ചോദിക്കുന്നുണ്ട്. 75 കിലോ ഉണ്ടായിരുന്ന ഇപ്പം ഞാൻ 70 കിലോ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 കിലോളം ഞാൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുകയും ചെയ്യും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നുള്ള പേടി നല്ലോണം ഉണ്ട്.
ഒന്നും ആവാണ്ടിരിക്കട്ടെ, ഡയറ്റ് എടുത്തിട്ട് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ റീൽസും അതും ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് ഇഡലി ചന്തമില്ലാത്തത് കേട്ടോ, ഭംഗിയില്ലാത്തത്. കാരണം ഇവിടെ ആവി വറക്കണ ഇഡലി വേണം. ചൂടാറിയിട്ട് നമ്മൾ ഇഡലി എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല ചൂടിൽ ഇഡലി വേണം. നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മോനിക്കുള്ള ഇഡലിയും അതുപോലെ സാമ്പാറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതിൽ ഞാൻ ഒരു എഗ്ഗാട്ടൊന്ന് വെച്ചത്, അതും കഴിക്കുന്നുണ്ട്. പിന്നെന്താണ്, ജിനി മാവ് കൂട്ടുന്നത് പോലെ ഇഡലിക്ക് മാവ് കൂട്ടി സൂപ്പർ പൂ പോലത്തെ ഇഡലി കിട്ടി, താങ്ക്സ് മുത്തയെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കൂടുതൽ ട്രൈ ചെയ്യാറുള്ളത് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ ബീട്രൂട്ട് ചപ്പാത്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി എമ്മി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഉമ്മാനോടും ഉപ്പാനോടും സലാം പറയാം കേട്ടോ, സലാം പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ കുറേ സൂപ്പർ എന്താണ് കയ്പ്പൊക്കെ ഞാനും ഇങ്ങനെ വെക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എഗ് റെസിപ്പി വെറൈറ്റി, പക്ഷേ എനിക്കത് അത്ര പറ്റിയില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അങ്ങനെ മോൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞാൻ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ദോശയും റോസ്റ്റും സാമ്പാറും ഉണ്ടാക്കി കൊടുത്തു. ക്യാമ്പിന് പോയിട്ട് തിരിച്ച് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കളിക്കണമുണ്ടല്ലോ 3 പേരും. പിന്നെ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാനും വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെൽക്കം ഡിയർ. പിന്നെ ഇതാ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് വെക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് എല്ലും ഉണ്ടായിരുന്നു അല്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ കിട്ടുകയാണെങ്കിൽ കപ്പ ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കപ്പ അപ്പം കിട്ടിയില്ല, വെച്ച് കഴിഞ്ഞ ശേഷം കപ്പ കിട്ടി. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. കാണാറുണ്ട് വീഡിയോ എന്നും എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിലൊന്ന് അടിച്ച് വാരി തുണികളൊക്കെ ഒന്ന് എടുത്തിട്ടും തോരയിടാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഉഷാറായി, ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം അത് ഉഷാറായി എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. എനിക്കും തൈറോയിഡ് ഉണ്ട്. ഞാൻ വണ്ണമില്ല. തൈറോയിഡ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. വണ്ണമുള്ള ടൈപ്പും ഉണ്ട്, വണ്ണം വെക്കാത്ത ടൈപ്പും ഉണ്ട്. എൻ്റെ ഉമ്മയൊക്കെ വണ്ണം വെക്കാത്ത ടൈപ്പാണ് കേട്ടോ, മെലിഞ്ഞിട്ടാണ്. ഞങ്ങൾ 3 മക്കളുമാണ് തടിച്ചിട്ട്. കുറച്ച് കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും തടിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അനിയന് ഇതുപോലെ അത്ര തടിയില്ല. അതെ, മസാല കൂടിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് ഇല്ലാത്ത റംല. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ റിഹാൻ ലൈസൻസ് കിട്ടിയോ ചോദിക്കുന്നുണ്ട്. അതെ, കിട്ടി. അവനക്ക് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കിട്ടിയത്, എന്നാലും ലൈസൻസ് കിട്ടി. ബൈക്കിൻ്റെയും കിട്ടി, കാറിൻ്റെയും കിട്ടിയിട്ടോ. രണ്ടും ഒരുമിച്ച് തന്നെ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ വേഗം തുണികളൊക്കെ ഉണങ്ങാനിട്ടു. അപ്പോഴേക്കും ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ. പിന്നെ ഞാനത് വേഗം തലേ ദിവസം തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെക്കും. അപ്പം തന്നെ കുറേ ഐസ് പോവും. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പം ഞാൻ നല്ല പീസുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലാത്ത പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെള്ളം വറ്റിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലും കപ്പയും ഉണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഒരു റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കുക ചെയ്തത്. എന്തായാലും ഞാൻ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കാം. ഞാനിതവിടെ കുക്കറിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ ഉണ്ട് അല്ലേ ഇത്. പിന്നെ കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വലിയ ജീരകം, ഇച്ചിരി ഉലുവയും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, സാധാരണ മുളക് പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂണ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 2-3 വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ. നല്ല ബീഫായിരുന്നു. അപ്പോൾ അത് അടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി നമുക്കിത് വറ്റിച്ച് ബ്ലാക്ക് കളർ ആക്കിയിട്ട് എടുക്കണേ അങ്ങനെ ചെയ്യാം. അല്ല റോസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഉപ്പിടാൻ മറന്നേക്കുക. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഞാനിത് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ വലിയുള്ളി സ്ലൈസ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ പച്ചയ്ക്ക് വലിയുള്ളി ഇങ്ങനെ അതിൽ ഇച്ചിരി കഴിയുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ വഴണ്ട പോലെ ആവും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. കുരുമുളക് പൊടിയും കുറച്ച് ആഡ് ചെയ്ത്
വെക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, എപ്പോഴും ഡ്രൈ റോസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ബീഫ് സെറ്റായിട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയും ബീഫ് കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ടാക്കി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, തന്തൂരി മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കസൂരി മേത്തി ഇല്ലാത്ത പരിപാടിയില്ല എന്നായിരിക്കുമല്ലേ. നല്ല ടേസ്റ്റാട്ടോ അതിൻ്റെ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നാക്കിയെടുക്കുന്നുണ്ട്. ഇനി എല്ലാ പീസസും ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തോ. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല മസാല പിടിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ തന്നെയുള്ളൂ കേട്ടോ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പൊരിച്ചെടുത്തു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മസാലയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസിലേക്കൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. അല്ല ഇങ്ങനത്തെ പീസാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പേരി താളിക്കൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. കടല ഇന്നലെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടല ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് കേട്ടോ. കാരണം എനിക്കും ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ കടല ചുണ്ടൽ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ട്, എനിക്ക് ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. 4 മണിക്കൊക്കെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ പൊതുവേ ഫുഡ് കമ്മിയാക്കി ഫുഡ് കുറച്ച് മതി എന്നാണ്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കാരണം കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇനി കഴിക്കാൻ പറ്റൂലേ എന്നുള്ളൊരു ടെൻഷനുണ്ട്. പിന്നെ ഇച്ചിരി നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടുത്തെ ടൈപ്പ് ഒരു ഉപ്പേരി ഉണ്ടാക്കി. ഇച്ചിരി മുളക് പൊടി ആക്കി കഴിഞ്ഞാൽ കളർ തന്നെ വ്യത്യാസം വരും കേട്ടോ. അതിൽ ഞാൻ ഇട്ടേക്കുന്നത് വലിയുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ വെണ്ടക്ക എണ്ണയിൽ വഴറ്റിയത്, തേങ്ങ, ഉപ്പ്, മുളക് പൊടി കേട്ടോ. അത് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. ഇന്ന് അധികം നമ്മൾ റെസിപ്പികളാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് FBയിലൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇതൊന്നും ഞാൻ പറയാത്തത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ട റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്കൊന്ന് ഒത്തിരി വലിയ വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ FBയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്, തക്കാളി ചട്നിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോയെന്ന്. ഞാൻ ഒരുപാട് ഇട്ട ചട്നിയാണ് തക്കാളി ചട്നീൻ്റെ റെസിപ്പി. ഇനി ഞാനത് എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ പറയാം. അല്ല അത് മാത്രമായിട്ട് ഷോർട്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ഇടാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണെന്നുള്ളൊരു കമൻറ്റ് വരാറുണ്ട് കേട്ടോ എനിക്ക്. അതായത് നോൺ വെജ് വെക്കുമ്പോഴുള്ളത്. അപ്പോൾ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഓയിൽ ഇല്ലാണ്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ വഴറ്റലും ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ തന്നെ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് കഴിക്കണമെങ്കിൽ മാത്രം. പിന്നെ ഞാൻ ഓയിലിനെക്കാട്ടിലും കൂടുതൽ നെയ്യൊക്കെയാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്, ബട്ടർ ഇതൊക്കെ ആകുമ്പോൾ പേടിക്കാനില്ല. അതൊക്കെ ഗുഡ് ഫാറ്റാണ്. അപ്പം എനിക്കത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് പണിയാരം ഉണ്ടാക്കിയിൽ അതിൽ ഇച്ചിരി ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ക്രിസ്പിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ വേണം. അത് ഒരു തട്ടിൽ മാത്രമാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ